നമസ്കാരം. സുഭാഷിതം. ഗുണാദശസ്നാന ശീലം ഭജന്തേ ബലം രൂപം സ്വരവർണ്ണ പ്രശുദ്ധി സ്പർശച്ഛ ഗന്ധച്ഛ വിശുദ്ധതാ ച ശ്രീസൗകുമാര്യം പ്രവരാച്ഛ നാര്യഃ. നിത്യവും പ്രഭാതസ്നാനം, പ്രാതസ്നാനം എന്നൊക്കെ പറയും. അതിരാവിലെ കുളിക്കുന്നവർക്ക് 10 ഗുണങ്ങളുണ്ടാകുന്നു എന്നിവിടെ സുഭാഷിതം സൂചിപ്പിക്കുകയാണ്. അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്താണെന്നുള്ളത് അവർക്ക് 10 ഗുണങ്ങൾ ഇവിടെ സുഭാഷിതത്തിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നു. 10 ഗുണങ്ങൾ ഉണ്ടാകും. എന്തൊക്കെയാ 10 ഗുണങ്ങൾ? ബലം, സൗന്ദര്യം, സ്വരശുദ്ധി, നല്ല നിറം, കോമളത്വം, സുഗന്ധം, പവിത്രത, ഐശ്വര്യം, സൗകുമാര്യം. കൂടാതെയോ സുന്ദരിയായ ഭാര്യ, സുന്ദരനായ ഭർത്താവ്. ഇത്രയും കാര്യങ്ങൾ അവർക്ക് ലഭിക്കും എന്നാണ് സുഭാഷിതം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിരാവിലെ കുളിക്കുന്നത് നല്ലതല്ലേ? പ്രാതസ്നാനം ബുദ്ധിവിശേഷം മഹോത്സവം എന്ന് ഒരു ശ്ലോകത്തിൽ പറയാറുണ്ട്. അതിരാവിലെ കുളിക്കുന്നത് നമ്മളുടെ ബുദ്ധിയെ വികസിപ്പിക്കുമെന്ന്. അപ്പോൾ ഇത് കൃത്യമായി നിത്യം ചെയ്യുന്നവർക്കുള്ള ഒരു ഗുണമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ബലമുണ്ടാകാം. ബലം ഇല്ലാത്തവരാണെങ്കിൽ നിത്യം കുളിക്കുന്നവർക്ക് ബലം കിട്ടും. പിന്നെ അവസാനം പറഞ്ഞിട്ടുള്ള സുന്ദരിയായ ഭാര്യ, സുന്ദരനായ ഭർത്താവെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് കിട്ടിയവർക്ക് ഇനിയും ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ ചില കാര്യങ്ങളാണ് ഈ സുഭാഷിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് സൗന്ദര്യമുണ്ടാകും, വിവേകബുദ്ധി ഉണ്ടാകും, അറിവുണ്ടാകും, നല്ല സ്വരത്തിന് നല്ല ശുദ്ധി വരും, നല്ല നിറമുണ്ടാകും, കോമളത്വം ഉണ്ടാകും, പവിത്രത, ഐശ്വര്യം, സൗകുമാര്യം, അങ്ങനെ പലവിധമായ 10 ഗുണങ്ങളാണ് അതിരാവിലെ കുളിക്കുന്നവർക്ക് കിട്ടുന്നതെന്ന് ഇവിടെ സുഭാഷിതം സൂചിപ്പിക്കുന്നു. നമസ്തേ.